ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് റൈഡിംഗ് ഗിയേഴ്സ്. നമ്മൾ ബൈക്കിന് കൊടുക്കുന്ന പ്രാധാന്യത്തോടൊപ്പമോ അതിനപ്പുറമോ പ്രാധാന്യം റൈഡിംഗ് ഗിയേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി എ PPE. അതൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കാറുകളെ മറ്റ് വാഹനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ അപകടങ്ങൾക്ക് എപ്പോഴും എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഏറ്റവും മികച്ച റൈഡിംഗ് ഗിയേഴ്സ് തന്നെ, അഥവാ ഹെൽമറ്റ്, ജാക്കറ്റ് അടക്കമുള്ളത് ഉപയോഗിക്കണമെന്നുള്ളതാണ് ഈ മേഖലയിലുള്ള എക്സ്പേർട്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റൈഡിംഗ് ഗിയേഴ്സ് FC മോട്ടോയിൽ നിന്ന് ഓർഡർ ചെയ്തു. അതിപ്പോൾ വന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യമായിട്ട് ഈ കാണുന്നതൊരു ഫങ്ഷണൽ ഷർട്ടാണ്, അഥവാ നമ്മുടെ റൈഡിംഗ് ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഇന്നർ ലെയറായിട്ട് ധരിക്കേണ്ട ഒരു ഡ്രൈ ഫങ്ഷണൽ ഷർട്ട് ആൻഡ് പാൻറ്റ്. ഈ ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മർ സീസണിലാണ് നമ്മൾ അധികം വണ്ടി ഓടിക്കുന്നത്, റൈഡ് ചെയ്യുന്നത്, ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വെറ്റിംഗ് ധാരാളമായിട്ടുണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ സ്വെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കോട്ടൺ ടീഷർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വിക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് ആ കോട്ടണിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് വളരെ അൺകംഫോർട്ട് നമുക്ക് ഉളവാക്കും. മാത്രമല്ല ചിലർക്കൊക്കെ അത് സ്കിൻ സെൻസിറ്റീവ് ആയവർക്ക് അത് ബുദ്ധിമുട്ടുമാവും, പിന്നീട് റാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡ്രൈ ആൻഡ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഡ്രൈ ആൻഡ് ക്ലോത്ത് കൊണ്ട് നിർമ്മിച്ച ഇന്നർ ലേയേഴ്സാണ് ഇതെല്ലാം. ഇതൊരു സോക്സാണ് നേരത്തെ കണ്ടത്. ജാക്കറ്റിൻ്റെ ഉള്ളിലും പാൻറ്റിൻ്റെ ഉള്ളിലും ധരിക്കുന്ന ഫങ്ഷണൽ ഷർട്ട് ആൻഡ് പാൻറ്റാണ്. അപ്പോൾ ഞാൻ എനിക്കും വാങ്ങിച്ചു, വൈഫിനും വാങ്ങിച്ചു ഓരോ ജോഡി. സോ സെയിം ക്ലോത്ത് കൊണ്ട്, അഥവാ ഡ്രൈ ആൻ എന്ന ക്ലോത്ത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ആൻ ക്ലോത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് സ്വെറ്റ് വിക്ക് ചെയ്യും. വിക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് വിടും. ഇത് ആൽപൈൻ സ്റ്റാറിൻ്റെ ഒരു ഗ്ലൗസാണ്. SMX1 എന്ന മോഡൽ ഗ്ലൗസാണ്. ബേസിക്കലി ഇത് ബ്രീത്തബിലിറ്റി ഉള്ളതും മെഷ് ഉള്ളതും ആയതുകൊണ്ട് നമ്മുടെ സമ്മർ സീസണിന് പറ്റിയ ഗ്ലൗസാണെന്ന് റിവ്യൂ കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതൊരു ഫ്രീ ആയിട്ട് അവർ കൂടെ തന്നതാണ്. നമ്മുടെ തലയിൽ കെട്ടാൻ പറ്റുന്ന ഒരു പോളിസ്റ്ററിൻ്റെ ഒരു ക്ലോത്ത്. പിന്നെ ഞാൻ 2 ബാലക്ലാവ വാങ്ങിച്ചു. ബാലക്ലാവയും ഈ പറഞ്ഞ പോലെ ഇതേ സെയിം ഡ്രൈ ആൻ ക്ലോത്തിൽ നിർമ്മിച്ചതാണ്. ഡ്രൈ ആൻ ക്ലോത്തിൽ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി ഈ ബാലക്ലാവക്കും ഉണ്ടാകും. അഥവാ ഹെൽമെറ്റിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും ബാലക്ലാവ ധരിച്ചിരിക്കണം. ബാലക്ലാവ ധരിക്കാതെ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഹെൽമെറ്റിൻ്റെ അകത്തുള്ള കുഷനൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് അത് ഡാമേജ് ആകും. അതുപോലെ തന്നെ നമ്മുടെ തലക്കും നമ്മുടെ സ്കിന്നിനും ഒന്നും അത് അത്ര നല്ലതല്ല. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതേ സെയിം പ്രോപ്പർട്ടി ഉള്ള ഈ ബാലക്ലാവ, ഇത് ഡെയ്നീസ് എന്ന കമ്പനിയുടെയാണ്. ഡെയ്നീസ് എന്നൊക്കെ പല പേരിലും വിളിക്കുന്ന ഒരു കമ്പനിയുടെയാണ് ഈ മെറ്റീരിയലെല്ലാം, അഥവാ ഈ ഇന്നർ ക്ലോത്ത്സ് ഒക്കെ ആ കമ്പനിയുടേതാണ്. അപ്പോൾ എനിക്കും വൈഫിനും വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ഈ കഴിഞ്ഞ തവണ വെക്കേഷന് പോയപ്പോൾ ഞാൻ ഉപയോഗിച്ചു. വളരെയധികം കംഫർട്ടായിരുന്നു ഈ മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അഥവാ ഈ കാറ്റ് അകത്ത് കടന്ന് നമ്മുടെ വെൻറ്റിലേഷൻ സിറ്റിയുടെ അകത്ത് കടന്ന് ഇത് വിക്ക് ചെയ്ത വിയർപ്പെടുത്ത് പുറത്ത് കളയും. അതുകൊണ്ട് നമുക്കെപ്പോഴും ചൂട് കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഹെൽമെറ്റിൽ ഇത് നമ്മൾ ധരിക്കുമ്പോൾ അതേ കംഫർട്ട് തലയിലും ലഭിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് 2 ഹെൽമെറ്റാണ്. ഇനിയാണ് മെയിൻ നമ്മുടെ ബെല്ലിൻ്റെ ഹെൽമെറ്റ്, മോഡുലാർ ഹെൽമെറ്റ് ഫ്രം ബെൽ, SRT മോഡുലാർ. ഓക്കെ, and another helmet that's from Shark helmet, that is for my wife, and Bell for me. അതും ഷാർക്കിൻ്റെയും ഇവോ GT ബ്ലാങ്ക് മാറ്റ്, ഇതും മോഡുലാർ ഹെൽമെറ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ്, ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഓരോന്നിനും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്,